ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ കന്യമറിയാമിൻ്റെ നാമത്തിൽ ദേവാലയം ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മ കൂടി ആണ് ഇന്ന്. പരിശുദ്ധ കന്യമറിയാമിൻ്റെ നാമത്തിൽ ആദ്യമായി ദേവാലയം പണിതത് സാന്റ് മേരിയർ മേജോർ ബസിലിക്ക, അതായത് ബസിലിക്ക ദി സാന്റ മാരിയ മാഗ്യോറെ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് റോമിലാണ്, അതായത് ഇറ്റലിയിൽ. ഉണ്ടാക്കിയത് എഫേസോസിലെ സഭാ സമ്മേളനത്തിന് ശേഷം AD 431 ആണ്. AD 431, അതായത് മറിയത്തെ ദൈവമാതാവായി അംഗീകരിച്ചതിന് ശേഷം പാശ്ചാത്യ ലോകത്ത് നിർമ്മിച്ച മികച്ച വലിയ പള്ളികളിൽ ഒന്നാണ് ഇത്. ഭൂമിശാസ്ത്രപരമായി ആദ്യമായി ഉണ്ടാക്കിയത് മധ്യപൂർവ ദേവാലയം എന്നറിയപ്പെടുന്നതാണ്. സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിൽ നിന്ന് ബേദലഹേം പോകുന്ന വഴിയാണ്. ഇത് അവിടെ ഉണ്ടാക്കിയത് AD 456 ആണ്. ഇന്ത്യയിലെ ആദ്യ പരിശുദ്ധ കന്യമറിയാം പള്ളി ഉണ്ടാക്കിയത് കുറവിലങ്ങാട് ആണ്. കുറവിലങ്ങാട് സെൻറ് മേരീസ് ഫൊറോന പള്ളി, സ്ഥാപനം AD 105. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് യേശു പുരുഷാരത്തോട് പറയുന്ന ഭാഗമാണ്. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഇവിടെ എടുത്തു പറയുന്നു. നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ദൈവമഹത്വമാണ് നാം ഇവിടെ കാണുന്നത്. ഇന്നത്തെ ലോകത്തിൽ മറ്റുള്ളവരെ എപ്പോഴും ഉയർത്താൻ ചിന്തിക്കുമ്പോൾ യേശു യാഥാർത്ഥ്യം പറയുന്നു. സ്നാപക യോഹന്നാൻ്റെ ദൗത്യം എടുത്തു പറയുന്നു. അവനെ മഹത്വപ്പെടുത്തുന്നതായി നാം ഇവിടെ കാണുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്നാപക യോഹന്നാൻ്റെ നിഷ്കളങ്കത കാണുന്നു. അവൻ യേശുവിൻ്റെ മുൻഗാമിയാണ്. യേശുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അവൻ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടവൻ ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ വലിയവനെന്ന് എടുത്തു പറയുന്നതായി നാം ഇവിടെ കാണുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം നാം ഇവിടെ കാണുന്നുണ്ട്. സ്വർഗത്തിൽ ഉള്ളവരിൽ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് യേശു പുരുഷാരത്തോട് എടുത്തു പറയുന്നു. ഇവിടെ നാം കാണുന്നത് സ്വർഗരാജ്യത്തിൻ്റെ മഹത്വമാണ്. നാം അത് മനസ്സിലാക്കി നമ്മെ തന്നെ തിരുത്തി ദൈവമക്കളായി ജീവിക്കുന്നതിനായി നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. യോഹന്നാനെക്കുറിച്ച് യേശുവിൻ്റെ വിലയിരുത്തൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാമോദീസായുടെ ഫലം സ്നാപക യോഹന്നാൻ്റെ സ്നാപനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നാപക യോഹന്നാനും യേശുവും ഈ തലമുറയുടെ മേലുള്ള വിധി പ്രഖ്യാപനം നടത്തുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്ത്യാനികളായി നാം ജീവിക്കുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇതൊക്കെയും മനസ്സിലാക്കുക. അതിനായി ഇടപെടാതെ നമുക്ക് പ്രാർത്ഥിക്കാം, എപ്പോഴും സന്തോഷിക്കാം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇതൊക്കെയും പറഞ്ഞിട്ടുണ്ട്. നാം ഇതൊക്കെയും മനസ്സിലാക്കി നമുക്ക് ഇന്നേ വരെ തിരുത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അത് തിരുത്തി ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ദൈവവേദലായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊക്കെയും നമുക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും, അതായത് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം, എല്ലാത്തിനും സ്തോത്രം പറയുന്നവരായിരിക്കണം.
ഇതൊക്കെയും നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.